ഒരു ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് സാക്ഷ്യം വഹിക്കുന്നത് എപ്പോഴാണ്? ഡബ്ലിനിലെ മാറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ 6 മാസം പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. അന്നാണ് അയർലൻഡിലെ ഏറ്റവും ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അപ്പോൾ എനിക്ക് തന്നിരുന്ന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ പോലീസ് ആംബുലൻസിൽ ഹൃദയം വരും. ഡോക്ടർ ജോസ്, യു ഷുഡ് ഗോ ആൻഡ് പിക്കപ്പ് ദ ഹാർട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ആംബുലൻസിൽ നിന്ന് ഹാർട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ശരീരം മുഴുവൻ കിടന്ന് വിറക്കുകയാണ്. എല്ലാ ദിവസവും ഒപ്പിപ്പോവും. ഏതെങ്കിലും ഹൃദയം മുറിക്കാൻ വേണ്ടി ആരെങ്കിലും വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന അവസാനം വന്നത് ഒരു ഭയങ്കര പേടിച്ചു തൂറിയ ഒരു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് സർജറി ചെയ്തിട്ടില്ല. ഷംസുദ്ദീൻ എഗ്രിയാണ്, ഷംസുദ്ദീൻ്റെതായിരിക്കും ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർമാർക്കൊന്നും എന്നെ പരിചയമില്ല. അപ്പോൾ അവരെല്ലാം വിചാരം ആദ്യത്തെ ഓപ്പറേഷനാണ്, മിക്കവാറും ഈ ബോഡി മോർച്ചറിയിലേക്ക് വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവിടുത്തെ ഡോക്ടർമാരുടെ സംസാരം. ഒരാളുടെ ഹൃദയം മറ്റൊരാളിലേക്ക് മാറ്റി വയ്ക്കുന്ന വളരെ സങ്കീർണമായ ഒരു മെഡിക്കൽ ആക്ടിവിറ്റി ചെയ്ത കേരളത്തിലെ ആദ്യ മനുഷ്യൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതിനു മുമ്പുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് വിവരിക്കുകയാണ്. ആ കഥകൾ നമുക്ക് തുടരാം. സ്വാഗതം ഡോക്ടർ. ഇതുവരെ 31 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തി. ഈ 31 പേരിൽ ഓർത്തിരിക്കുന്ന മറ്റ് ട്രാൻസ്പ്ലാന്റുകളിൽ ഏതൊക്കെയാണ് ഉള്ളത്? നമ്മൾ ഹൃദയം മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടുള്ളൊരു പ്രൊസീജിയർ ആയതുകൊണ്ട് ഓരോ വ്യക്തികളെയും വളരെ വ്യക്തമായിട്ട് നമ്മൾക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ചേട്ടൻ്റെ അനിയൻ്റെയും ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബ്രദേഴ്സ് 2 പേർക്കും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രം. അതൊരു പാരമ്പര്യ രോഗമായിട്ട് വന്നതാണോ? അത് ആ പിള്ളേരുടെ ഫാദറിന് ഇപ്പം ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം ജനിതകമായിട്ട് വരുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയല്ല പറയാൻ താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടി 21ാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടി എന്നെ കാണാൻ വരുന്നത്. പക്ഷെ അന്നാണ് ഞാൻ അറിഞ്ഞത് 17ാമത്തെ വയസ്സിൽ ഈ കുട്ടിക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രായം അതല്ല. അപ്പോൾ ഈ കുട്ടിക്ക് വളരെ റയറായിട്ടുള്ള ഒരു അസുഖമുണ്ട്, ടക്കയാസു ഡിസീസ് എന്ന് പറയും. ടക്കയാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ രക്തധമനികൾക്കും പല രക്തധമനികൾക്കും ബ്ലോക്കുകളാണ്. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ ഇടത്തെ കൈയിലേക്കുള്ള രക്തധമനി ഇവിടെ വെച്ച് അടഞ്ഞിരിക്കുകയായിരുന്നു. അടഞ്ഞു പോകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മറ്റ് ചാലുകൾ വഴി അവിടെ രക്തം എത്തും. അതുപോലെ പ്രധാന കാര്യങ്ങൾ ബ്ലോക്കാണ്. പിന്നെ ആ കുട്ടിക്ക് ഒരു കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ. അത് ജന്മന അങ്ങനെയാണോ? ജന്മന. രണ്ടാമത്തെ കിഡ്നിയിലേക്കുള്ള രക്തധമനിയും 50% ചുരുങ്ങിയിരിക്കുന്നു. ആ കുട്ടിക്കാണ് ഈ ഹൃദയത്തിലെ രക്തധമനിക്ക് ബ്ലോക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അത് ഞങ്ങൾ അറിയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം ആ കുട്ടിയുടെ ഹൃദയത്തിലെ മാംസപേശികൾ പതുക്കെ 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 പരാജയം വന്ന് ഒരു ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയായിട്ട് ഒരു 20ാമത്തെ വയസ്സിൽ എന്നെ കാണാൻ വരികയാണ്. വളരെ പാവപ്പെട്ട ഒരു സാഹചര്യം. അപ്പൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ ഈ പറഞ്ഞ പോലെ എന്തോ കുടുംബശ്രീയുടെയോ തൊഴിലുറപ്പ് പരിപാടിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീ. അവർക്കൊന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അന്യ സംസ്ഥാനങ്ങളുള്ളതിൻ്റെ 3/4 ചിലവേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും അതുപോലും അവരെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഒരു തുകയാണ്. അപ്പോൾ അവൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും എല്ലാം കരച്ചിൽ, അവളും കരച്ചിൽ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു സാമ്പത്തിക സാഹചര്യം ഇല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞ്, പലപ്പോഴും നമുക്ക് വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ആളുകൾ. നമ്മളൊത്തിരി നമ്മുടെ സമൂഹത്തിനെതിരായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ അല്ലെങ്കിൽ ഒരു പട്ടണം മുഴുവൻ ഉണർത്തെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ അവിടുത്തെ പഞ്ചായത്തിലെയോ ബ്ലോക്കിലെ ആരെങ്കിലും ലീഡേഴ്സിനോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് അവരോട് എന്നെ ഒന്ന് കാണാൻ പറയൂ. അങ്ങനെ ഈ കൊച്ചിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. എല്ലാം വർക്കപ്പ് ചെയ്തു, പേരൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം സർക്കാരിൻ്റെ സൈറ്റിൽ. അങ്ങനെ ഈ പഞ്ചായത്തുകാർ വരുന്നു, അവരെല്ലാവരും കൂടെ ഈ നമ്മൾ ടേക്കപ്പ് ചെയ്യണം. അങ്ങനെ ഏകദേശം 1.5 മാസം കൊണ്ട് അവിടുത്തെ പ്രൈവറ്റ് ബസ്സിലെ ഓടുന്ന പ്രൈവറ്റ് ബസ്സിലെ ഓരോ ദിവസത്തെ കളക്ഷന് കൊച്ചിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ടാക്സിക്കാർ, ഓട്ടോറിക്ഷക്കാർ, നാട്ടുകാർ എല്ലാവരും പിരിച്ച് ഇവൾക്ക് വേണ്ട ഒരു തുക സമാഹരിക്കുകയാണ്. അങ്ങനെ അവളുടെ ട്രാൻസ്പ്ലാന്റേഷന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഡോണർ കോൾ വരുന്നത്. അപ്പോൾ ഈ ഡോണറെ നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്കും ഹാർട്ട് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്കൊരു സ്കൗട്ടിംഗ് എന്ന് പറയുന്ന ടീമുണ്ട്. ഞാൻ
പിന്നെ എൻ്റെ അനസ്തറ്റിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് ഞങ്ങളവിടെ പോയി ആദ്യമേ ഈ ഡോണറുടെ ഹാർട്ട് നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നോക്കും. നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയും. പിന്നെ ആ സമയത്ത് തന്നെ ഹാർട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോരും. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് അടുത്ത ഹോസ്പിറ്റലാണെങ്കിൽ തിരിച്ച് പോന്നിട്ട് പിന്നെ ബാക്കിയുള്ള അവയവങ്ങൾ എടുക്കാൻ ഡോക്ടർമാരിലാണ് വരുന്ന ഒരു സമയത്ത് നമ്മളവിടെ ചെന്ന് ഹൃദയം എടുത്തുകൊണ്ട് പോരും. അങ്ങനെ നമ്മൾ ഹാർട്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഈ അനുജിത്ത് എന്നോ മറ്റാണ് ഈ പയ്യൻ്റെ പേര്, അനുജിത്തിൻ്റെ അമ്മയ്ക്ക് ഡോക്ടറോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളത് ചെയ്യാറില്ല. പാശ്ചാത്യ രാജ്യങ്ങളത് ലീഗലി പ്രോഹിബിറ്റഡാണ്. എന്തുകൊണ്ടത്? ആ ഐഡൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ഡോണറും റെസിപ്പിയൻറ്റും തമ്മിലുള്ള ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തവരുടെ ബന്ധുക്കൾ അവരുടെ മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഹൃദയം പേറി നിൽക്കുന്ന ഒരാളുമായിട്ട് ഒരു മാനസികമായിട്ടുള്ള പക്ഷേ ഡോക്ടറുമായിട്ട് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർക്ക് ഈ ഡോണറുടെ ഐഡൻറ്റിറ്റി കൊടുക്കാറില്ല. ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നപ്പോഴത്തേക്കും നമ്മളൊരു ഡോണർ റണ്ണിന് പോകുമ്പോഴത്തേക്കും ആ ഡോണറുടെ പേര് ആ ഫയലിൽ നിന്ന് അവരെടുത്ത് മാറ്റും. മെയിൽ 50 years അല്ലെങ്കിൽ മെയിൽ 40 years എന്ന് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ അത് വലിയ വാർത്തയാകുകയും എല്ലാവരും അറിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഈ ഫാമിലിയോട് സംസാരിക്കാൻ, പിന്നെ ഞങ്ങൾ വി ആർ ഫൈറ്റിംഗ് അഗൻസ്റ്റ് ടൈം. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് എടുക്കുന്നു, പെട്ടെന്ന് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് തീർച്ചയായിട്ടും അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പം ഞാൻ ആ കോർഡിനേറ്ററോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഞാൻ ഐ വിൽ സ്പെൻഡ് സം ടൈം വിത്ത് ദം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ ICUലേക്ക് പോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. ഇയാളെ വീലിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കോർഡിനേറ്റർ പിന്നെ എൻ്റെ അടുത്ത്, ഡോക്ടർ ഈ അമ്മയെ പറയുന്ന ഡോക്ടർ ജോസിനെ കാണാതെ മോൻ്റെ ഹാർട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു അവിടെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ? അത് എൻ്റെ കാരണമുണ്ട്. കാരണം ഈ അമ്മയുടെ ഇവൻ്റെ ഈ പയ്യൻ്റെ അച്ഛൻ ഇവന് 2 വയസ്സായിരുന്നു, ഇപ്പോൾ മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചു പോയതാണ്. അപ്പോൾ ഈ മരണക്കിടക്കെ കിടക്കുമ്പോഴത്തേക്ക് അവൻ അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് ഈ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്, പക്ഷെ നമ്മുടെ മകനെ നീ നന്നായിട്ട് പഠിപ്പിക്കണം, നീ ഒരു എൻജിനീയർ ആക്കണം, എൻ്റെ വലിയ മോഹമാണത് എന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് വാക്ക് പറയിപ്പിച്ചിട്ടാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഇവന് 2 വയസ്സേ ഉള്ളൂ കൊച്ചിന് ആ സമയത്ത്. ഈ 2 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുന്നു, അവന് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസങ്ങൾ, അങ്ങനെ അവനൊരു എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ തലേ ദിവസം അവന് അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വീട്ടിൽ വന്നു. അമ്മ അനുഗ്രഹിച്ചു. പോകുന്നതിന് മുമ്പ് പറഞ്ഞ, അമ്മ ഞാൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് വേണം കേട്ടോ എന്ന്. അപ്പം അമ്മ പറഞ്ഞ, മോനെ നീ എന്താ ചോദിക്കാൻ, നിനക്ക് ഞാൻ ഉൾപ്പെടെ നമുക്കുള്ള എല്ലാം നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, അപ്പം നീ ചോദിക്കുന്ന എന്തും നിനക്ക് കിട്ടും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് അവനെ വിടുന്നത്. പരീക്ഷ എല്ലാം പാസ്സായി അവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് അവൻ ചോദിക്കുന്നൊരു ബൈക്കാണ്, ഏതൊരു സ്ട്രോങ് ബൈക്കുണ്ട്, അതിനെന്തോ പേര് പറയുന്നത് കേട്ടോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അമ്മ പറഞ്ഞു, മോനെ അത് വേണോ? അതൊക്കെയാലും അമ്മ വാക്ക് കൊടുത്ത കാരണം അവസാനം അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ കിട്ടുവാണ് ചെന്നൈയിൽ M.Tech-ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ്റെ സുഹൃത്തുക്കളോട് ഒക്കെ ഒത്തൊരു ഫൈനൽ പാർട്ടിയാണ്, ലീവിങ് പാർട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് അവനൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അവനൊരു ഒരു മരത്തല്ലിടിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുന്ന് രക്ഷയില്ലാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളാണ്. അപ്പം 2 വയസ്സുള്ളൊരു കൊച്ചിന് വേണ്ടിയിട്ട് അമ്മ മുഴുവൻ കാലം ജീവിക്കുന്നു. അവസാനം ആ മകനാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഡോക്ടറെ കാണാതെ മോൻ്റെ ഹാർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്നെന്ന് പറയും. അപ്പോൾ എനിക്ക് പിന്നെ നോ എന്ന് പറയാൻ പറ്റാതായി. അപ്പോൾ ഞാനങ്ങനെ പതുക്കെ അവൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ കൊടുത്ത് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ അവിടെ ഒരു കസേരയിലിരിപ്പുണ്ട്, കുനിഞ്ഞിരിപ്പുണ്ട്. നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചാലുകളായിട്ടിങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പോയി അടുത്ത് ഇരുന്നു, അമ്മയുടെ കയ്യെ പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തല ഉയർത്തി നോക്കിയിട്ട് പിന്നെയും തല കുനിച്ചിരുന്നു. പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തല ഉയർത്തി നോക്കിയിട്ട് ഡോക്ടർ ജോസല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ്റെ ഹൃദയം എടുക്കാൻ വന്നല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാനപ്പോൾ ഒരു കള്ളനെ പോലെ അവിടെ ഇരിക്കുകയാണ്, മോൻ്റെ ഹൃദയം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മോൻ മരിച്ചിട്ടില്ല, മോൻ ഇനിയും ജീവിക്കും ഭൂമിയിൽ, വേറൊരാളുടെ ശരീരത്തിലൂടെ അമ്മയുടെ മോൻ്റെ ഹൃദയം സ്പന്ദിക്കും. അപ്പോൾ അമ്മയുടെ മോനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നോക്കി കരച്ചപ്പോഴും അമ്മ പതുക്കെ കട്ടിലേക്ക് കിടന്നു. ഞങ്ങൾ പോയി ഹാർട്ട് എടുത്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ആ ഹാർട്ടാണിപ്പോൾ ഈ കുട്ടിയിൽ 13 വർഷത്തിന് ശേഷം സ്പന്ദിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഹൃദയ
ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിജയങ്ങളെപ്പറ്റി നമ്മൾ പറയുന്നു, പത്രങ്ങളിൽ വരുന്നു. പക്ഷേ ആ ഹൃദയം കൊടുത്ത ആ കുടുംബത്തിൻ്റെ വേദനയും ബുദ്ധിമുട്ടും നമ്മൾ ദർ ഈസ് 2 ends to a stick എന്ന് പറയുന്ന പോലെ ഒരു വടിക്ക് 2 അറ്റമുണ്ട്. ഒരറ്റം നല്ല അറ്റമായിരിക്കും, മറ്റേ അറ്റം വേദനയാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഹൃദയം മാറ്റിവെക്കൽ, എല്ലാ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ഇങ്ങനെ ഒരു കഥയുമുണ്ട്, ഒരു വിജയകഥയുണ്ട്. ഹൃദ്രോഗത്തിൻ്റെ വിവിധ അവസ്ഥകൾ കണ്ടെത്താൻ ഇന്ന് എന്തൊക്കെ പരിശോധനകളുള്ളത്? ഡയഗ്നോസിസ് എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ ECG ആണ് ഒരു പ്രാഥമികമായ കാര്യം, പിന്നെ എക്കോ കാർഡിയോഗ്രാം, പിന്നെ ആൻജിയോഗ്രാം, ഇത് മൂന്നുമാണോ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്? അപ്പോൾ എനിക്കൊരു ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോയി ആൻജിയോഗ്രാം ചെയ്യത്തില്ല, നമ്മൾ ആദ്യത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതിനെന്തെങ്കിലും ഹൃദ്രോഗം ഉണ്ടമോ എന്നുള്ള ഒരു പോസിബിലിറ്റി, അവിടെയാണ് നമ്മൾ ECG എടുക്കും. പക്ഷേ 99% ഹൃദ്രോഗം ഉള്ളവർക്കും ECG നോർമലായിരിക്കാം. പക്ഷേ എപ്പോഴാണ് അപ്പോൾ ECG കൊണ്ടുള്ളൊരു ഗുണം ഉണ്ടാകുന്നത്? ഏത് സമയത്താണ് ECG കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്? ഒന്നുകിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ താളങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഒന്ന്. 2, നേരത്തെ ഒരു ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ECGയിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ അതായത് സാധാരണഗതിയിൽ ECG കണ്ട് തൃപ്തിപ്പെട്ട് വീട്ടിലിരിക്കുന്നിട്ട് കാര്യമില്ലെന്നർത്ഥം. എക്സാക്ട്ലി. ECGയിൽ അബ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു ചൂണ്ടുപലകയാണ്. ECG നോർമലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൃദ്രോഗത്തെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. ഹൃദ്രോഗം ഇല്ലാന്നതിന് അർത്ഥമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ECG എടുക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ എക്കോ കാർഡിയോഗ്രാം തീർച്ചയായിട്ടും ഒത്തിരി ഇൻഫർമേഷൻസ് തരും, വാൽവിൻ്റെ പ്രവർത്തനങ്ങൾ, സ്ട്രക്ചറലായിട്ട് ഹൃദയത്തിനുണ്ടാകാവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. എക്കോ കുറച്ചുകൂടെ കൃത്യതയോടുകൂടിയുള്ള റിപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. എക്കോ ഒരു ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എക്കോ മെഷീൻസിൽ ഒരു 90% സ്ട്രക്ചറൽ, 90 അല്ല 99% സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് നമുക്ക് കാർഡിയോളജിസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൊവൈഡ് ദ കാർഡിയോളജിസ്റ്റ് ഈസ് സ്കിൽഡ് ഓൾസോ. പിന്നെയുള്ളത് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും ട്രെഡ്മിൽ ചെയ്യുന്നവരാണ്. ഈ ട്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിലേക്ക് ECGയുടെ എല്ലാം ഘടിപ്പിച്ചിരിക്കും, BP എല്ലാം കണക്ട് ചെയ്യും. അപ്പം നമ്മൾ ഒരു എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ആവശ്യത്തിന് പമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ച് അവർക്ക് ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് അവർക്ക് ഫീൽ ചെയ്യത്തില്ല. അവർക്ക് ഹൃദ്രോഗം വരുന്നത് സൈലൻ്റ് ആയിട്ടായിരിക്കാം. ഈ ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് സാധാരണഗതിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന അഞ്ചൈന എന്ന് പറയും. അഞ്ചൈന എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. ബേസിക്കലി റിലേറ്റഡ് ടു എക്സർഷൻ. ഇപ്പം നമ്മൾ ഡോക്ടറെ ഞാൻ നടന്നൊരു 15 മീറ്റർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേ എനിക്കിവിടെ ചെറിയൊരു കെട്ടൽ പോലെ വരുന്നു. ഞാൻ നിന്ന് കഴിയുമ്പോൾ അതങ്ങോട്ട് കുറയുന്നു. ക്ലാസിക്കൽ അഞ്ചൈന അതുണ്ടായെന്നുണ്ടെങ്കിൽ 99% നമുക്ക് എവിടെയും ബ്ലോക്ക് ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് ചില ആളുകൾക്ക് ആ വേദനയ്ക്ക് പകരം കിതപ്പ് വരാം. ഡോക്ടറെ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോഴായിട്ട് കിതപ്പ്, എല്ലാവരും എന്നോട് ചോദിക്കുന്നു കയറുമ്പോഴത്തേക്കും ഇതിനെ നീ ഇന്ന് കിതയ്ക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ചിലർക്ക് ഈ സിംറ്റംസ് ഈ നടക്കുമ്പോഴത്തേക്കും കഴുത്തൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്ന പോലെ ത്രോട്ടിലിങ്, ചിലർക്ക് ഈ താടിയിലേക്ക് വേദന വരാം. പിന്നെ ഈ അഞ്ചൈന ചെസ്റ്റ് വേദനയുടെ ഭാഗമായിട്ട് ഇടത്തെ കൈയിലേക്ക് വരാം, ഉള്ളം കൈയിലേക്ക് വന്ന് ഈ ചെറുവിരൽ വരെ വരുന്ന കട്ടുകഴുപ്പ്, ഇതെല്ലാം നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. അത് നമ്മൾ പോയി പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചില സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലാണ് ഈ ആൻജിയോഗ്രാം വരുന്നത്. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ദാറ്റ് ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമ്മൾ പറയും. നമുക്ക് ബ്ലോക്കുകൾ, ഹൃദയത്തിൽ 2 രക്തധമനികളുണ്ട്, റൈറ്റും ലെഫ്റ്റും. അതിനകത്ത് ശാഖകളുണ്ട്. ഈ ശാഖകളെല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഇമേജിങ് ചെയ്യാം. ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രക്തക്കുഴലിലൂടെ ഒരു എക്യുപ്മെൻറ്റ് കടത്തിവിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്? നമ്മൾ ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് നമ്മൾ ഈ കൈയിലൂടെയാണ്. നമ്മൾ പൾസ് നോക്കുന്ന ആർട്ടറി ഉണ്ട്, അതിന് നമ്മൾ റേഡിയൽ ആർട്ടറി എന്ന് പറയും. ഈ റേഡിയൽ ആർട്ടറി നമ്മുടെ എല്ലാ ആർട്ടറീസും ഹൃദയത്തിൻ്റെ വലിയ ബ്രാഞ്ചസിൻ്റെ സബ് ബ്രാഞ്ചസാണ്. അപ്പോൾ ഇതിനകത്തോടെ നമ്മൾ ചെറിയൊരു വയറ് കടത്തും. നമ്മൾ ചെറിയൊരു വളരെ തിന്നായിട്ടുള്ള വയറാണ്, അതിനെ ഗൈഡ് വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വയറ് ഇങ്ങനെ വന്ന് കഴുത്തിലൂടെ വന്ന് ഹൃദയത്തിൽ ഈ രക്തധമനിയുടെ ചുവട്ടിൽ കൊണ്ട് അത് നമ്മൾ കാത്ത് ലാബിൽ ഫ്ലൂറോസ്കോപ്പിയിലെ ഡോക്ടർമാർക്ക് കാണാൻ പറ്റും. അത് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ ഗൈഡ് വയറിൻ്റെ പുറത്തോടെ വേറൊരു ട്യൂബ് ഇടും, കാത്തിറ്റർ എന്നാണ് പറയും. എന്നിട്ട് അതവിടെ കൊണ്ട് ഹാർട്ടിലെ രക്തധമനിയുടെ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഈ ഗൈഡ് വയർ അങ്ങോട്ട് എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഇടതുവശത്തെ രക്തധമനിയുടെ ചുവട്ടിൽ അതുകൊണ്ട് എൻഗേജ് ചെയ്യും. ഈ കോൺട്രാസ്റ്റ് ഈ രക്തധമനിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ രക്തധമനികൾ അതിൻ്റെ ബ്രാഞ്ചസ് സബ് ബ്രാഞ്ചസ് എല്ലാം നമുക്ക് രക്തം പോകുന്ന വഴി മുഴുവൻ ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് പല ആംഗിളിൽ എടുക്കും. നമ്മൾ സിയാം ഉണ്ട്, സിയാം നേരെ എടുക്കും, സൈഡിൽ നിന്ന് എടുക്കും, മുകളിൽ നിന്ന് എടുക്കും, എല്ലാ ആംഗിളിൽ നിന്ന് എടുക്കും. അപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 ഷോട്ട്സ് എടുക്കും. അതുപോലെ ലെഫ്റ്റിലും എടുക്കും, റൈറ്റിലും എടുക്കും.
അത് കൃത്യമായിട്ട് 99% നമുക്ക് ബ്ലോക്കുകളുണ്ടോ. ഈ പ്രോസസ്സ് എത്ര സമയം എടുക്കും ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്? ആൻജിയോഗ്രാം നോർമൽ ആൻജിയോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 10 to 15 മിനിറ്റ്സ് മതിയോ? ഇപ്പോൾ ഒരു സാധാരണ ഇപ്പം ഞങ്ങളുടെ കിലിസി ഹോസ്പിറ്റലിൽ ഒരു ക്യാത്ത് ലാബിൽ ഏകദേശം ഒരു 20-25 ആൻജിയോഗ്രാംസ് ഒരു ദിവസം നടക്കുന്നുണ്ട്. ആ പേഷ്യൻ്റ് മൂവ്മെൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ് മാക്സിമം എല്ലാം കൂടി ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്കൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ബൈപ്പാസ് ശസ്ത്രക്രിയയും ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയും രണ്ടാണോ? അതായത് നമ്മൾ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച്, അതായത് നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശ്വാസകോശത്തെയും നമ്മൾ പ്രവർത്തിപ്പിക്കത്തില്ല, അതിനെ നിശ്ചലമാക്കും. അതിനെ നിശ്ചലമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വേണം. അതിനെ നമ്മൾ ഹാർട്ട് ലങ് മെഷീൻ എന്ന് വിളിക്കും. ഹാർട്ട് ലങ് മെഷീൻ, ബൈപ്പാസ് മെഷീൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഹാർട്ട് ലങ് മെഷീനിലേക്ക് നമ്മുടെ ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പം അതിനകത്തൊരു പമ്പുണ്ട് ഹാർട്ടിന് തുല്യമായിട്ട്, അതിനകത്തൊരു ഓക്സിജനേറ്റർ ഉണ്ട് ശ്വാസകോശത്തിന് തുല്യമായിട്ട്. ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രോഗിയുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും നമുക്ക് നിശ്ചലമാക്കാം. അങ്ങനെ നിശ്ചലമാക്കി ചെയ്യുന്ന ഏത് സർജറിക്കും നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് വിളിക്കും. അപ്പോൾ ഈ ഹാർട്ട് ലങ് മെഷീൻ്റെ കണ്ടുപിടുത്തമാണോ ശരിക്കും ഈ ഹൃദയ ശസ്ത്രക്രിയകൾ സാധ്യമാക്കിയത്? തീർച്ചയായിട്ടും 1960കളിൽ ഇപ്പം ക്രിസ്റ്റ്യൻ ബെർണാഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത 1967 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഹാർട്ട് ലങ് മെഷീൻ ലോകത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയത്, അമേരിക്കയിൽ ആദ്യമായിട്ട്. അപ്പോൾ ആ ഹാർട്ട് ലങ് മെഷീൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറ്റില്ലായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് ഒരു ഹാർട്ട് ലങ് പമ്പ് ഉപയോഗിച്ച് കുറേ സമയത്തേക്ക് നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഹൃദയത്തിന് പകരമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായ ഹൃദയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഈ കൃത്രിമ ഹൃദയം വളരെ ആക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയം മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നത്. അതെ. സപ്പോസ് ഒരു വ്യക്തി, ഈ ഹൃദയം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയം സമയത്ത് കിട്ടാതെ വരുന്നു, അത് വലിയൊരു പ്രശ്നമാണ്. എത്രയോ ആളുകൾ ഹാർട്ട് അല്ലെങ്കിൽ ഡോണർ പൂൾ എന്ന് പറയും, ഡോണർ പൂൾ കുറവായതുകൊണ്ട് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ മെക്കാനിക്കൽ സർക്കുലേറ്ററി സപ്പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്, MCS എന്ന് പറയും. അത് വലിയൊരു സയൻറ്റിഫിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. പല രീതിയിലുള്ള MCS ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട്. അതിലേറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്മോ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേറ്റർ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഗിരീഷിന് നമ്മൾ മസാജ് ചെയ്തു എന്ന് പറഞ്ഞു, പുള്ളിക്കാരൻ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാലിലൂടെ 2 പൈപ്പിലൂടെയും പെട്ടെന്ന് ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൈപ്പുകൾ കയറ്റി നമുക്ക് ഈ എക്മോ മെഷീനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ എക്മോ മെഷീനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ വളരെ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഈ സർക്യൂട്ടിൽ കണക്ക് പോകുമ്പോഴത്തേക്ക് അതിനകത്തുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ ഡ്രോപ്പ്, ബ്ലീഡിങ് പ്രോബ്ലംസ്, പിന്നെ ഈ പൈപ്പിലൂടെ രക്തം പോകുമ്പോഴത്തേക്കും അത് കട്ട പിടിക്കാതിരിക്കാനുള്ള ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെയാണ്. താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടൊരു, അപ്പോൾ ഒരാഴ്ച നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അതിനിടയ്ക്ക് നമുക്കൊരു ഹാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്യാം. അതാണ് ടെമ്പററി. അതുപോലെ 2 ഹൃദയത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് ഉണ്ട്, റൈറ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് ഉണ്ട്. ആക്ച്വലി ഇത് ചോദിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജിതേഷ് എന്ന് പറഞ്ഞ പേഷ്യൻ്റാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വാർഡിൽ വെച്ചിട്ട് പുള്ളിക്കൊരു വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരു കാർഡിയക് അറസ്റ്റ് വന്നു. അപ്പം നേഴ്സുമാർ പെട്ടെന്ന് പോയി ഷോക്ക് ചെയ്ത് റിവൈവ് ചെയ്ത് ICUലേക്ക് കൊണ്ടുവന്നു. പിന്നത്തെ ഉള്ള 2 ദിവസം മുഴുവൻ ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഷോക്കിംഗ് ഇവിടെ ഹാർട്ട് തീരെ മോശമായിപ്പോയി. ഇദ്ദേഹത്തെ ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് എഗ്മോയിൽ കണക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ എഗ്മോയിൽ കണക്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എഗ്മോയുടെ പാർശ്വഫലങ്ങളെല്ലാം വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് ഒരു ബൈവയർഡ് എന്ന് പറഞ്ഞിട്ട് ബൈ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് പറഞ്ഞ് വേറൊരു ഡിവൈസ് കണക്ട് ചെയ്തു. ഈ സൈഡ് എഫക്ട്സ് വന്നു തുടങ്ങി കഴിയുമ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊണ്ട് അത് മാറ്റാൻ പറ്റില്ലേ? ഇല്ല, അത് നമ്മൾ ആക്ച്വലി നമ്മുടെ ബ്ലഡ് കമ്പോണൻസിനെല്ലാം ഡാമേജ് വരുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലായിടത്തും ബ്ലീഡിങ് തുടങ്ങും. അത് ആ ക്ലോട്ടിങ്ങിൻ്റെ കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഫ്രഷ് ബ്ലഡ് കൊടുത്തോണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ ആക്ച്വലി നമ്മൾ ഫ്രഷ് ബ്ലഡ് കൊടുത്താലും നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് ലാസ്റ്റ് ഓൺലി ഫോർ ഫ്യൂ അവേഴ്സ്. അപ്പോൾ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ 13 ദിവസം നമ്മൾ ഈ ബൈ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസിൽ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് തിരുവല്ലയിൽ നിന്നൊരു ഡോണർ വന്ന് നമ്മൾ ഈ പേഷ്യൻറ്റിന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെല്ലാം. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. കൃത്രിമ ഹൃദയം ആസ് എ ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും.
ഇത് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആസ് എ ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ മനസ്സിലായത് നമ്മുടെ ഇടവേള ഗ്യാപ്പ് ചെയ്യാൻ. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ് വെച്ചിട്ട് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ അതായത് മനുഷ്യന് കൊണ്ടു നടക്കാവുന്ന പോലെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടും ടെമ്പററി ആണ്. അത് ഒരു ICUയിലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഒരു ടാർഗറ്റിൽ എത്തുന്നിടം വരെ നമുക്കൊരു സപ്പോർട്ടെന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പിനി ടയർ ഇടുന്ന പോലെ. പക്ഷേ നമുക്ക് ഇംപ്ലാന്റബിൾ ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള 2 സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്. ഒന്നിന് LVAD എന്ന് പറയും, ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ്. അത് നമ്മൾ ചെസ്റ്റ് തുറന്നിട്ട് ഹാർട്ടിൻ്റെ ഒരറയിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ട് അവിടെ നിന്ന് അയോട്ടയിലേക്ക് ഒരു പൈപ്പ് ഇട്ട് ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിന് അവിടുന്ന് ഒരു ഡ്രൈവ് ലൈൻ പുറത്തേക്ക് വരും, ഒരു പൈപ്പ് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ അരയിൽ അതിൻ്റെ ബാറ്ററി സപ്പോർട്ട് ക്യാരി ചെയ്യണം. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് 8 hours ബാറ്ററിയുടെ ലൈഫ്. അപ്പം നമുക്ക് 2 എക്സ്ട്രാ ബാറ്ററീസ് ചാർജ് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ ഈ ബാറ്ററിയുടെ ചാർജ് ഒരു 70% ആകുമ്പോൾ ബ്ലീപ്പ് തുടങ്ങും. അന്നേരം നമ്മളത് മാറ്റിയിട്ട് അടുത്ത ബാറ്ററി കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലെല്ലാം ഇത് ആർട്ടിഫിഷ്യൽ ഹാർട്ടിൻ്റെ ബാറ്ററി ചാർജിങ് പോർട്ട്സ് ഒക്കെ ഉണ്ട്. ശരി. അപ്പോൾ ധാരാളം പേര് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര കാലം ആയുസുണ്ട്? ഒരു ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന അത്രയും തന്നെ ആയുസ് അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഓൺലി തിങ് ഈസ് ദാറ്റ് ഈ ബാറ്ററി, ഈ ചാർജിങ്, ഇതെല്ലാം അവർക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ട് ഒരു സ്വിമ്മിങ്ങിനോ ഷവറിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ ബുദ്ധിമുട്ട് വരും. ബാക്കിയുള്ള എല്ലാ ഇതും ധരിച്ചുകൊണ്ട് സ്കീയിങ്ങിന് പോകുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസ്. കുളിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? കുളിക്കുന്ന സമയത്ത് യു ഹാവ് ടു പ്രൊട്ടക്ട് ഇറ്റ് വിത്ത് സം വാട്ടർ പ്രൂഫ്. വെള്ളം കോരി ഒഴിച്ചങ്ങ് കുളിക്കാനൊന്നും പറ്റില്ല, ഇതിനെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനെല്ലാം ഉള്ള ഡിസൈൻസ് ഉള്ള സാധനങ്ങളെല്ലാം ഈ കമ്പനിക്കാർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് എഫിഷ്യൻസി ഒക്കെ കൂടി വരാനുള്ള സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒരു 10 വർഷം മുമ്പ് തുടങ്ങിയ സമയങ്ങളിൽ ഈ LVAD ഇട്ട പേഷ്യൻസ് 1 വർഷം 2 വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ LVADുമായിട്ട് 10 വർഷം വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 10 വർഷം കഴിഞ്ഞ് ഈ മെഷീൻ മാറ്റാൻ പറ്റുമോ, അതോടെ ശരീരം മാറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും? ശരീരം മെഷീനേക്കാളും കൂടുതൽ നമ്മളുടെ ഹൃദയം ആക്ച്വലി പമ്പിങ്, പൾസ് ഉണ്ട്. നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം ഹാർട്ട് പമ്പ് ചെയ്യുക. അപ്പോൾ അതിന് പൾസറ്റൈൽ ഫ്ലോ എന്നാണ് പറയുന്നത്. അത് പൾസ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ഈ മിഷൻ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്. അപ്പോൾ ഈ മിഷൻ ഇട്ടേക്കുന്ന ആൾക്ക് പൾസ് കാണത്തില്ല, അത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മിഷനുള്ള ഒരാൾ കാഷ്വാലിറ്റിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞിട്ട് പൾസ് നോക്കും, പൾസ് ഇല്ലെങ്കിൽ ഡോക്ടർമാർ ചിലപ്പോൾ പാനിക് ചെയ്യും. ഇത് പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉള്ള ഒരു പുള്ളിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് അവർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ വരെ പാനിക് ചെയ്യുക. അപ്പോൾ അതൊരു നോൺ പൾസറ്റൈൽ ഫ്ലോ ആണ്. അപ്പോൾ ഈ പൾസ് മനസ്സിലാക്കി ഡയഗ്നോസിസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇയാളിൽ നടക്കില്ല. മാത്രമല്ല നമ്മുടെ പല അവയവങ്ങളിലേക്ക് ഈ പൾസോടുകൂടി ബ്ലഡ് ചെന്നെങ്കിലേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ ഡെലിവറി നടക്കും. ഈ പൾസ് കൊടുക്കാവുന്ന തരം മെഷീൻ കണ്ടുപിടിച്ചുകൂടെ? തീർച്ചയായിട്ടും അതിന് അങ്ങനത്തെ ഉള്ള ഇതുണ്ട്. പക്ഷേ അത് കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യണം. ബാറ്ററി പവറിനെ പറ്റി ചിന്തിക്കണം. പിന്നെ പൾസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ടാണ് നമ്മളൊരു ഇലാസ്റ്റിക് ആയിട്ടുള്ളത് വേണം. മെറ്റൽ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഇത് സോളാർ ചാർജറായിട്ട് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പം അവർ റിസർച്ച് ചെയ്യുന്നു. നമ്മുടെ ബോഡിയുടെ തന്നെ ടെമ്പറേച്ചർ കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന സിസ്റ്റം റിസർച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ക്യാരി ഓൾ ദ ബാറ്ററീസ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ ഒത്തിരി ടെക്നോളജീസ് എനിക്ക് വന്ന് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുഴുവൻ കൃത്രിമമായിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. പല ഓർഗൻസും ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ ICUയിൽ തന്നെ താമസിച്ച് രോഗിയോടൊപ്പം പോകുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷൻ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന് കുടുംബത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ആവശ്യം വരില്ല. കാരണം ഇതിനു വേണ്ടിയുള്ള മാനസികമായ ഒരുക്കം, അതിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന പാഷനേറ്റായ ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാണ് വീട്ടുകാർ ജീവിക്കുന്നത്? അത് ഞാനും ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ICU തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പേഷ്യൻ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും നമ്മളുടെ പ്രവർത്തന മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പിള്ളേരെ അങ്ങനെ ഒരു പ്രോപ്പർ നമ്മളെ വീട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്കും പിള്ളേർ സ്കൂളിലായിരിക്കും, നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴും പിള്ളേർ സ്കൂളിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് ഞങ്ങൾ വർഷം. ഇപ്പം ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് തന്നെയും വളരെ ലേറ്റായിട്ട് 10 മണി 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ കാർഡിയക് സർജറിയുടെ പ്രത്യേകതയാണത്. അതുകൊണ്ടാണ് പലരും കാർഡിയക് സർജറി ചെയ്യാൻ മടി കാണിക്കുന്നത്. നമുക്കൊരു ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് യുവർ ലൈഫ്, നോട്ട് പാർട്ട്, ഇറ്റ് ബിക്കംസ് യുവർ ലൈഫ്. ഇപ്പോൾ യു ആർ മാരീഡ് ടു ദ പ്രൊഫഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ സ്വന്തം ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കാർഡിയക് സർജറി വിവാഹം കഴിച്ച പോലത്തെ ഒരു ജീവിതമാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ടോളറൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലി നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും പിള്ളേരുടെ ബർത്ത്ഡേ ചടങ്ങുകൾ,
അവരുടെ പ്രധാനപ്പെട്ട സ്കൂളിലെ ചടങ്ങുകൾ, ഓപ്പൺ ഹൗസ്, അതിനൊന്നും പോകുന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഹോം മേക്കറാണ് പുള്ളിക്കാരത്തി. വളരെ ടോളറൻ്റായിട്ടും ഹാപ്പി ആയിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബം നന്നായിട്ട്, പിള്ളേരെല്ലാം നല്ല നിലയിലേക്ക് അവരെ പഠിപ്പിക്കാൻ. കുട്ടികളാണ്? 3 പിള്ളേരാണ്, 3 ബോയ്സ്. ഒരാളിപ്പോൾ കാനഡയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു, ഈസ് ആൻ IT പേഴ്സണൽ. സെക്കൻഡ് ബോയ് ഈസ് എ ഡോക്ടർ, ഇപ്പം മംഗലാപുരത്ത് MS ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആളിപ്പോൾ +2 ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്നെ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ. അത് ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ പടവുകളും ആരോ ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്തു, നമ്മളെ പ്രഷറൈസ് ചെയ്തു. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകാനായിട്ട് നമ്മൾ സാധിച്ചു. ഒന്നും പ്ലാൻ ചെയ്തതല്ല, ഇതെല്ലാം ഇറ്റ് ഓൾ ഹാപ്പൻഡ്. നമ്മൾ പക്ഷെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. എനിക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് പെർസ്യൂ ചെയ്തിരുന്നു. എൻ്റെ ടീമംഗങ്ങൾ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 1997 മുതൽ ഇപ്പോൾ 2025 വരെ. അപ്പോൾ ഡോക്ടർ കേരളത്തിലെ മെഡിക്കൽ സയൻസിൻ്റെ മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധവും കോൺട്രിബ്യൂഷനും കൊടുത്തയാളാണ്. കേരള സമൂഹത്തിന് വേണ്ടി ഇനിയും വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു.